അസ്സലാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? പുതിയ എൻ്റെ ഒരു റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു ബിരിയാണി റെസിപ്പി, സ്പെഷ്യലായിട്ട് ഞാനൊരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കൈമ റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതാ ചിക്കൻ വെള്ളത്തിൽ കിടപ്പുണ്ട്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ അത് ഇളകി വരാൻ കുറച്ച് താമസം വരും. കഴുകി വൃത്തിയാക്കി ഞാൻ ഫ്രീസറിൽ മാറ്റി വെച്ചതായിരുന്നു തലേ ദിവസം. അപ്പോൾ ദാ കൈമ റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നല്ലതുപോലെ കഴുകി ഊറ്റി വയ്ക്കാം. ആ വെള്ളം നിറഞ്ഞിരിക്കും. അപ്പോൾ ആവശ്യത്തിന് സവാളയും ഞാൻ എടുത്ത് തൊലി കളഞ്ഞ് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുക്കാനുള്ള സവാള നമുക്ക് മാറ്റി വയ്ക്കാം ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലൈറ്റ് കൊണ്ടുവന്നതാണ് എൻ്റെ ഈ പാൻ, സെറാമിക്കിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ ഇതുവരെയും ബിരിയാണി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാനായിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ ഇനി നമുക്ക് പാചകത്തിലോട്ട് പോവാം. അപ്പോൾ സവാള നെയ്യിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിൽ നമുക്ക് ഒരു 5-6 ഏലക്കയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ റൈസ് നല്ലതുപോലെ കഴുകി ഊറ്റാനായിട്ട് വെള്ളം പോയി ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒരു 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് ചൂടാവണം. അരി നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോൾ അതൊരു പ്രത്യേക മണമാണ് ഗൈസ്. അത് നിങ്ങളൊന്ന് ചിക്കനൊന്ന് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. 5 മിനിറ്റെങ്കിലും ആ റൈസ് കിടന്നൊന്ന് ചൂടാവണം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മണമായിരിക്കും. അപ്പോൾ വെള്ളം ഞാൻ 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറേ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ മിക്സിയുടെ സവാള അരിയുന്ന ജാറുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പമാണ് നമുക്ക്. ഒരുപാട് നമ്മളിവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ട്, അതിന് കണ്ണരിയേണ്ട കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. അതിലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് സവാള അരിഞ്ഞ് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചോറ് കൂടെ പാകമായി വരുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 നാരങ്ങയും കൂടെ നമുക്ക് അരി കളഞ്ഞിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറുകൾ നമ്മൾ ഒട്ടത്തില്ല. വെന്ത് പോയിരുന്നാൽ തന്നെയും ചോറുകൾ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചാൽ പൊട്ടത്തില്ല. അപ്പോൾ ചിക്കൻ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സവാളയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് ചിക്കൻ ഞാൻ വറുക്കുന്നത് നെയ്യിലാണേ. ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നത്, അതാണ് ഞാൻ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞത്. അതൊരു പ്രത്യേക മണമാണ്. അപ്പം നമ്മുടെ സവാളയും മുറിച്ചെടുക്കുന്നത് നെയ്യിലാണ്. നെയ്യിൽ നല്ലപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ 1 മാസത്തോളം ആവുന്നല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വീഡിയോസിലൊന്നും എടുക്കാനും സമയമില്ലായിരുന്നു. മോൻ്റെ കല്യാണത്തിൻ്റെ ബ്ലോഗ് പോലും ഞാൻ എടുത്തിട്ടില്ല. കാരണം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഒന്നിനും സമയം കിട്ടിയില്ലായിരുന്നു. പിള്ളേർ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തതൊക്കെയാണ് ഞാൻ ഇട്ടത്. ഫോൺ എടുക്കാൻ പോലും ഉള്ള സമയം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ബ്ലോഗായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കല്യാണത്തെയൊക്കെ കഴിഞ്ഞ് ഒക്കെ പോകുന്നതിന് 2 ദിവസത്തിന് മുമ്പുള്ള വീഡിയോസാണിത്. അപ്പോൾ ചിക്കൻ നെയ്യിലോട്ട് ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആഡ് ചെയ്ത് വന്നു. അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ പേസ്റ്റാക്കി കുക്കറിൽ ഞാൻ ഒരു വിസിൽ ഏൽപ്പിച്ചു. ആ ഉള്ളി നല്ലതുപോലെ ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട്. അത് ഞാൻ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പെരിഞ്ചീരപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാത്തതും അളവുകൾ പറയാത്തതും എല്ലാം ഞാൻ പ്രത്യേകിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോസ് എടുത്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സവാള ഞാൻ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ തലശ്ശേരി ബിരിയാണി വയ്ക്കുമ്പോഴത്തേക്കാണ് കൂടുതൽ നമ്മൾ ഉള്ളി
മൂപ്പിച്ചിടുന്നത്. പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ഞാൻ വെച്ചത് കൊണ്ടാണ്. നമുക്ക് ഏത് രീതിക്ക് വേണോ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് വെക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ ഒരിക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ സവാളയൊക്കെ പൊടിച്ചിട്ട് ചിക്കൻ ഇതുപോലെയൊക്കെ വെക്കണം. അപ്പോൾ അത്യാവശ്യം എല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം റെഡിയായി. നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ശകലം പാലും കൂടി ചേർത്ത് കളറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബിരിയാണി നിങ്ങളും വീട്ടിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ കാണുമ്പോഴേ അസ്സലാമു അലൈക്കും.